ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നോവ സദോയ്ക്ക് പകരം കൊണ്ടുവന്നതായിരുന്നു കെവിൻ യോക്കിനെ. അപ്പം ഗൈസ്, അടുത്ത സീസണിലേക്ക് കെവിൻ യോക്കിനെ നിലനിർത്തുമോ അല്ല നോവയെ തിരിച്ചു കൊണ്ടുവരുമോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാവരും ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 3000 സബ്സ്ക്രൈബേഴ്സിലോട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. കെവിൻ യോക്ക് അത്യാവശ്യം നല്ല ഫിസിക്കുള്ള പ്ലെയറാണ് ഗൈസ്, ഇടിച്ച് കളിക്കുന്നത്. പക്ഷേ നോവ സദോയി എന്ന് വെച്ചാൽ ഒരു ഗോൾ സ്കോറിങ്ങാണ്. നമ്മൾ കറക്റ്റായിട്ട് പ്ലെയറിനെ വെട്ടിച്ച് ഗോൾ അടിക്കും. പക്ഷേ കെവിൻ യോക്ക് ട്രിബിളിംഗ് ഒക്കെ നൈസാണ്, പക്ഷേ ഫൈനൽ ടച്ചും ഫൈനൽ പാസുമാണ് കെവിൻ യോക്കിൻ്റെ പോകുന്നത് ഗൈസ്. ഇവരെ രണ്ടിലെ ആര് നിർത്തുകയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നോവ സദോയി ആണ്. പിന്നെ കെവിൻ യോക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന താരമാണ്. കഴിഞ്ഞ ദിവസത്തെ കളിക്ക് ഒഡീഷ ആയിട്ടുള്ള കളിക്ക് താരം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചതാണ്. താരത്തിൻ്റെ ഗോൾ ഡിസേവ്ഡ് ചെയ്തു, ഓഫ് സൈഡ് വിളിച്ചു. താരം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ് ഗൈസ്. നമ്മുടെ മാനേജ്മെൻറ്റാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മുടെ രണ്ട് താരങ്ങളെയും കളയും, നോയെയും തിരിച്ച് വിളിക്കത്തില്ല, കെവിൻ യോക്കിനെ കളയുകയും ചെയ്യും. എന്നിട്ട് പുത്തനൊരു ലെഫ്റ്റ് വിങ്ങറിനെ കൊണ്ടുവരും. പിന്നെ ടീമാണ്, എല്ലാവരും നമ്മൾ പരീക്ഷിച്ച് നോക്കണം. ചിലപ്പം മേ ബി ഒരു പുത്തൻ സ്ട്രൈക്കർ വരും. ഇപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.